വി.ഡി. സതീശനും കൂട്ടരും കണ്ടുപഠിക്കേണ്ട ഒരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ഇരട്ടച്ചങ്കനായ പിണറായി വിജയനെ. എത്ര ശക്തനായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ വലിയ തോതിലുള്ള വലിയ തോതിലുള്ള ജനപിന്തുണയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ രാഷ്ട്രീയവും അതുപോലെ തന്നെ ഭരണപരവുമായ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും കൃത്യമായി കുലുങ്ങാത്ത മനസ്സുമായി ഇടറാത്ത ഖണ്ഡവുമായി നിൽക്കുന്ന പിണറായി വിജയനെ നിങ്ങൾ മാതൃകയാക്കണം എന്നാണ് ആദ്യമായി പറയാനുള്ളത്. രാജ്യത്തെ ഏറ്റവും വലിയ മികച്ച സേനയാണ് കേരള പോലീസ് എന്ന് മുഖ്യമന്ത്രി ഇന്ന് കോട്ടയത്ത് നടന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ചടങ്ങിൽ വളരെ കൃത്യതയോടെ വ്യക്തമാക്കി. അച്ചടക്കത്തിൻ്റെ ചട്ടക്കൂട് ഉള്ള സംഘടനയാണ് പോലീസ് അസോസിയേഷൻ എന്നും ആ രീതിയിൽ പോലീസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് മർദ്ദന ഉപകരണം എന്ന നില മാറി വരേണ്ടതുണ്ട്. അതിപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനോപകാരപ്രദമായ രീതിയിലായിട്ടുണ്ട് പോലീസിൻ്റെ സംവിധാനം. പോലീസിന് സംഘടനാ സ്വാതന്ത്ര്യം പുരോഗമനമായ സർക്കാർ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ പോലീസിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചുവെന്നും പിണറായി വിജയൻ തുറന്നടിച്ചു. ക്രമസമാധാന നിലവിളി ഇപ്പോൾ ഉയരുന്നില്ല. അതിൽ പോലീസിൻ്റെ പങ്ക് വളരെ വലുതുമാണ്. തെളിയിക്കപ്പെടാതെ പോയ നിരവധി കേസുകൾ പോലീസ് തെളിയിച്ചിട്ടുണ്ട്. ലഹരി കേസുകൾ സംസ്ഥാനത്തിന് പുറത്തുപോയി വളരെ പിടിക്കാൻ സാധിക്കുന്നു. ലഹരി കേന്ദ്രങ്ങളെ തകർക്കാൻ സാധിക്കുന്നു. അത്തരത്തിൽ നടത്തിയ ഒരു ഓപ്പറേഷൻ നമുക്കറിയാവുന്നതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദിലായിരുന്ന ആ കേന്ദ്രം തകർക്കുകയെല്ലാം ചെയ്ത് നമ്മൾ കണ്ടതാണ്. എത്ര ഉന്നതനായാലും പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് ആവർത്തിച്ച് വ്യക്തമാക്കാൻ പിണറായി വിജയൻ കൃത്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആർക്കെതിരെയും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പോലീസ് ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. അതായത് സത്യസന്ധമായി ഒരു പരാതി ലഭിച്ചാൽ അതിന്മേൽ അന്വേഷണം നടത്തി എത്ര ഉന്നതനായാലും അവരെ പിടികൂടുന്നതിന് ക്രിമിനലിനെ പിടികൂടി നിയമ സംവിധാനത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്നത്, കോടതിയിൽ എത്തിക്കുന്നത് വരെ ആരെയും ഭയക്കേണ്ട കാര്യമില്ല എന്ന് വളരെ വസ്തുനിഷ്ഠമായി തന്നെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പിണറായി വിജയൻ പറഞ്ഞു വയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത്. സാധാരണക്കാർക്ക് പോലീസിൽ നിന്നും നീതി ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ചിലർ ചെയ്യുന്ന തെറ്റ് സേനയ്ക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്നു. ഈ സെന്റൻസ് ആണ് നമ്മൾ പ്രത്യേകം എടുത്തു വായിക്കേണ്ടത്. കാരണം ചില ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് വളരെ വ്യക്തമായി തന്നെ കോട്ടയത്ത് നടന്ന പോലീസിൻ്റെ ഉദ്യോഗസ്ഥരുടെ പരിപാടിയിൽ ADGP ആയ അജിത് കുമാറിനെ തൊട്ടടുത്തിരുത്തിക്കൊണ്ട് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞതെന്ന് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPMൻ്റെ ഭരണകക്ഷി MLA ആയ PV അൻവറിൻ്റെ നേതൃത്വത്തിൽ കേരള പോലീസിൽ നടക്കുന്ന RSS വൽക്കരണത്തെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടി തന്നെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം തെളിവുകൾ നിരത്തി കൃത്യമായി PV അൻവർ കൃത്യമായ പ്രസ്താവനകൾ പുറത്ത് വിട്ടിരുന്നു. ഇതേ തുടർന്ന് നടന്ന ചർച്ചകളിൽ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന PV അൻവറിൻ്റെ ആരോപണത്തെ ശരിക്കും ഒറ്റതിരിഞ്ഞ് കാണാൻ സാധിക്കില്ല. പാർട്ടിയുടെ അതല്ലെങ്കിൽ പിണറായിയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെയാണ് PV അൻവർ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുന്നത്. അതായത് ചിലർ ചെയ്യുന്ന തെറ്റ് സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്നു. അത്തരക്കാരെക്കുറിച്ച് സർക്കാരിന് വ്യക്തമായ ബോധ്യമുണ്ട്. പുഴുക്കുത്തുകൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാവും. സത്യസന്ധമായ പോലീസുകാർക്ക് കലവറയില്ലാത്ത പിന്തുണയും നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ സേനയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തും. വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യത പ്രയോജനപ്പെടുത്തും. ഒരാളുടെ തെറ്റ് സേനയ്ക്കാകെ അവമാനമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. അവരെ സംബന്ധിച്ച് സർക്കാരിന് കൃത്യമായ നിലപാടുണ്ടെന്നും അവരെ സേനയിൽ വച്ചു പൊറുപ്പിക്കില്ല എന്നും പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് MR അജിത് കുമാറിൻ്റെയും അതുപോലെ തന്നെ പത്തനംതിട്ട SP ആയിരുന്ന സുജിത്തിൻ്റെ സസ്പെൻഷൻ നടപടികൾ പൂർത്തിയായിരിക്കുന്നു. MR അജിത് കുമാറിൻ്റെ സ്ഥാനം പോകാൻ പോകുന്നു. അവരുടെ തൊപ്പിത്തെറിക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ ഇതോടുകൂടി വളരെ വ്യക്തമാകുന്നു. ഇവരെ പോലീസ് സേനയിൽ വച്ച് പെറുപ്പിക്കില്ല. പുഴുക്കുത്തുകളെ സേനയിൽ നിന്ന് ഇതിനു മുമ്പ് ഒഴിവാക്കിയിട്ടുണ്ട്, ഇനിയും ഒഴിവാക്കും. 108 പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനിയും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി തുടരുമെന്നും മുഖ്യമന്ത്രി വളരെ വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കരുത്തോടെയാണ്. ഇപ്പോഴുണ്ടായ വിവാദമാണ് കാരണം. സർക്കാർ ഇപ്പോഴുണ്ടായ വിവാദം ശരിയായി പരിശോധിക്കും. ഇപ്പോൾ ഉയർന്ന പ്രശ്നങ്ങൾ പരിശോധിക്കും. എല്ലാം ഗൗരവത്തോടെ അന്വേഷിക്കും. ഉന്നതനായ ഉദ്യോഗസ്ഥർ വിവാദം അന്വേഷിക്കും. അതായത് ADGPക്കും ഈ SP ക്കും എതിരായുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ PV അൻവർ ഉയർത്തിയ സംഭവങ്ങളെക്കുറിച്ച് വളരെ വ്യക്തതയോടുകൂടി തന്നെ
തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന്, അത് ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കും എന്ന് തന്നെയാണ് കൃത്യമായി പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത്. അച്ചടക്കം ലംഘിച്ചാൽ ഇത് വച്ചുപൊറിപ്പിക്കില്ല, എത്ര ഉന്നതനായാലും നടപടി ഉണ്ടാവും, ഏത് ഉന്നതനും ഇത് ബാധകമാണെന്നും മുഖ്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ മാധ്യമപ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും മുമ്പിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത് നിർണായകമാണ്. കാരണം ADGP അരുൺകുമാറിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വരുന്നു. അദ്ദേഹത്തിൻ്റെ കോടികളുടെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നു. ഇതിനൊന്നും കുടപിടിക്കുന്ന സംവിധാനം കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ഇടത് സർക്കാർ സ്വീകരിക്കില്ല എന്നുള്ള ഉറപ്പാണ്, അല്ലെങ്കിൽ വ്യക്തതയാണ് ഇപ്പോൾ പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കൻ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്.